മാർച്ച് മാസത്തെ കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ പുറത്തുവിട്ട നിർമ്മാതാക്കളുടെ സംഘടന ആകെ 15 ചിത്രങ്ങളാണ് മാർച്ചിൽ റിലീസ് ചെയ്തത്. അതിൽ ബിഗ് ബജറ്റ് ചിത്രമായ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എമ്പുരാനുമുണ്ട്. 194.42 കോടി രൂപയാണ് 15 ചിത്രങ്ങൾക്കായി ചെലവായത്. എന്നാൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ഈ ചിത്രങ്ങൾ കളക്ട് ചെയ്തതാകട്ടെ 25,88,31,000 രൂപ മാത്രം. ഇതിൽ എമ്പുരാനും അഭിലാഷവും മാർച്ച് മാസം അവസാനമാണ് റിലീസായത്. എമ്പുരാന്റെ 5 ദിവസത്തെയും അഭിലാഷം സിനിമയുടെ 3 ദിവസത്തെയും കളക്ഷനാണ് പുറത്തുവിട്ട കണക്കിലുള്ളത്. 175.66 കോടി രൂപ മുതൽ മുടക്കിയ എമ്പുരാൻ 5 ദിവസം കൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നേടിയത് 24.65 കോടി രൂപയാണ്. മാർച്ച് മാസം ഇറങ്ങിയ സിനിമകളിൽ തിയേറ്ററുകളിൽ കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും എമ്പുരാൻ മാത്രമാണ്. ആകെ ഇറങ്ങിയ 15 സിനിമകളിൽ 2 സിനിമകളുടെ മുതൽ മുടക്ക് എത്രയാണെന്ന കണക്ക് ലഭ്യമല്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. ഉറ്റവർ, വെയിറ്റിംഗ് ലിസ്റ്റ് എന്നീ സിനിമകളുടെ മുതൽ മുടക്കാണ് ലഭ്യമല്ലാത്തത്. എമ്പുരാൻ ഒഴികെ മാർച്ചിൽ പുറത്തിറങ്ങിയ മറ്റെല്ലാ സിനിമകളും വിജയിച്ചില്ലെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനകൾ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രൊമോഷനാണ് എമ്പുരാൻ എന്ന ചിത്രത്തിനായി അണിയറ പ്രവർത്തകർ നടത്തിയത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ 2ാം ഭാഗമായാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന തരത്തിലാണ് ചിത്രം എത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ 100 കോടി രൂപ സിനിമ കളക്ട് ചെയ്തെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. ഇത് കേരളത്തിന് പുറമെ ഇന്ത്യക്കകത്തും പുറത്തുമായുള്ള കളക്ഷനാണെന്നാണ് പിന്നണിയിൽ പ്രവർത്തിച്ചവർ പറയുന്നത്. എന്നാൽ ഒരു മലയാളം സിനിമയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്ന കളക്ഷനേക്കാൾ കൂടുതൽ മറ്റിടങ്ങളിൽ ലഭിക്കുമോ എന്ന സംശയമാണ് പലർക്കും. പൃഥ്വിരാജിന്റെ സംവിധാന മികവിൽ സിനിമയുടെ സാങ്കേതിക വശങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്. എന്നാൽ തിയേറ്ററുകളിൽ നിന്നും ഇത്രയധികം തുക സിനിമ നേടിയിട്ടുണ്ടോ എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾ പോകുന്നത്. 5 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രം നേടിയത് 24.65 കോടി രൂപയാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമായി എമ്പുരാൻ 75.35 കോടി രൂപ നേടിയിട്ടുണ്ടാകണം. സാധാരണ ഒരു മലയാളം സിനിമയ്ക്ക് കേരളത്തിനകത്ത് കിട്ടുന്നതിൻ്റെ അത്ര വലിയ സ്വീകാര്യത മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയധികം രൂപ കളക്ട് ചെയ്യുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രൊമോഷൻ തന്ത്രങ്ങളാണ് എമ്പുരാനു വേണ്ടി അണിയറ പ്രവർത്തകർ നടത്തിയത്. ചിത്രത്തിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയാണ് ഇപ്പോൾ പ്രദർശനം തുടരുന്നത്. RSSനെതിരായ ചില പരാമർശങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നുവെന്നും അത് മാറ്റണമെന്നുമുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ചില രംഗങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം ഇറക്കിയതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അത് സംബന്ധിച്ച് RSSോ അല്ലെങ്കിൽ സിനിമയിൽ പ്രതിപാദിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരോ ഔദ്യോഗികമായി ആരും തന്നെ ആവശ്യപ്പെട്ടിരുന്നതുമില്ല. അങ്ങനെയിരിക്കെയാണ് വിവാദമുണ്ടായെന്ന തരത്തിൽ പ്രചരിപ്പിച്ച് ചിത്രത്തിന്റെ മാർക്കറ്റിംഗിനായി പ്ലാൻ ബി ഉണ്ടാക്കിയത്. ഇതോടെ സിനിമ കാണാൻ ആളുകളുടെ തള്ളിക്കയറ്റമായിരുന്നു. റീ എഡിറ്റിംഗിന് ശേഷവും ആളുകൾ തിയേറ്ററുകളിലേക്ക് പോയി ഈ സിനിമ വീണ്ടും കണ്ടു. ഏതു ഭാഗമാണ് എഡിറ്റ് ചെയ്തത് എന്നറിയാനായിരുന്നു ആ തിക്കും തിരക്കും. ഇതൊക്കെ സിനിമയുടെ പ്രൊമോഷൻ തന്ത്രമായിരുന്നുവെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും നിർമ്മാതാക്കൾ പുറത്തുവിട്ട 5 ദിവസത്തെ കണക്കുകളിൽ 24.65 കോടി മാത്രമാണ് കേരളത്തിൽ നിന്നും ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ബാക്കി തുക, അതായത് 100 കോടി അവകാശവാദം ഉന്നയിച്ചവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. മോഹൻലാലും പൃഥ്വിരാജുമാണ് 2 ദിവസത്തിനുള്ളിൽ 100 കോടി തിയേറ്റർ കളക്ഷൻ നേടിയെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത്. 700-ലധികം തിയേറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ അത്ര തന്നെ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി സിനിമ പ്രദർശിപ്പിച്ചാൽ പോലും വെറും 48 മണിക്കൂറിനുള്ളിൽ 100 കോടി കളക്ട് ചെയ്യില്ലെന്ന് സിനിമാ നിരൂപകർ പറയുന്നു. സിനിമ ഇപ്പോൾ OTTയിൽ റിലീസായിരിക്കുകയാണ്. ഡിജിറ്റൽ TV റൈറ്റ്സ് വിൽപ്പന നടത്തിയിരിക്കുന്നത് 38 കോടി രൂപയ്ക്കാണെന്നാണ് വിവരം. എന്നിരുന്നാലും ഈ സിനിമ ലാഭമാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് നിരൂപകർ ചോദിക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട കണക്കുകളിൽ മോശം കളക്ഷൻ നേടിയത് ആരണ്യം എന്ന സിനിമയാണ്. 85 ലക്ഷം മുടക്കിയപ്പോൾ തിയേറ്ററുകളിൽ നിന്നും കിട്ടിയത് വെറും 22,000 രൂപ മാത്രമാണ്. 78 ലക്ഷം മുടക്കിയ മറുവശത്തിന് ലഭിച്ചത് 4.04 കോടി മുടക്കിയ ഔസേപ്പിന്റെ ഔസ്യത്തിന് ലഭിച്ചത് 45 ലക്ഷവും 2.60 കോടി മുടക്കിയ പരിവാറിന് ലഭിച്ചത് 26 ലക്ഷവുമാണ്. പ്രളയശേഷം ഒരു ജലകന്യക എന്ന സിനിമയ്ക്ക് മുടക്കിയത് 15 ലക്ഷമാണ്. തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തതാകട്ടെ 64,000 രൂപ മാത്രം. 3.65 കോടി മുടക്കിയ വടക്കന് 20 ലക്ഷം രൂപ തിയേറ്റർ ഷെയർ കിട്ടി. 70 ലക്ഷം മുടക്കിയ ദാസേട്ടന്റെ സൈക്കിളിന് 8 ലക്ഷവും 30 ലക്ഷം മുടക്കിയ കാടകത്തിന് 80,000 രൂപയും 1 കോടി മുടക്കിയ ലീച്ചിന് 45,000 രൂപയും 60 ലക്ഷം മുടക്കിയ രാക്ഷസി ദി ലേഡി കില്ലറിന് 4 ലക്ഷവും തിയേറ്ററിൽ കളക്ഷൻ ലഭിച്ചു. അതേസമയം മുതൽ മുടക്ക് വിവരങ്ങൾ ലഭ്യമല്ലാത്ത ഉറ്റവർ, വെയിറ്റിംഗ് ലിസ്റ്റ് എന്നിവയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും യഥാക്രമം 1,35,000 രൂപ വീതവും ലഭിച്ചു. 8 ലക്ഷത്തിന്റെ ബജറ്റിൽ ഇറങ്ങിയ തിരുത്തിന് 1.25 ലക്ഷം തിയേറ്റർ കളക്ഷൻ ലഭിച്ചു.
മാർച്ച് മാസം അവസാനമിറങ്ങിയ സിനിമകളിലൊന്നാണ് അഭിലാഷം. 4 കോടി മുതൽ മുടക്കിൽ ഇറങ്ങിയ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചതാകട്ടെ വെറും 15 ലക്ഷം രൂപ. ഈ കണക്കുകൾക്കിടയിലാണ് എമ്പുരാൻ വെറും 5 ദിവസം കൊണ്ട് 24.65 കോടി നേടിയെന്ന വിവരമുള്ളത്.